2026 CGL നോട്ടിഫിക്കേഷനിൽ കേരളത്തിൽ നിന്ന് എന്തുമാത്രം വേക്കൻസീസ് ആണ് ഉണ്ടാവാനായിട്ട് പോകുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കറിയാം 12,256ഓളം വേക്കൻസീസുമായിട്ട് നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂൺ 22-ാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ആ ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ SSC ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ ഒരിക്കലും സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് നമുക്ക് തരാറില്ല. പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജോലി ലഭിക്കാനായിട്ട് ഏത് രീതിയിലാണ് നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വൈസ് ആയിട്ടൊരു ഒഫീഷ്യൽ വേക്കൻസി ലിസ്റ്റ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ ഒരു RTI ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് 2026 വരാനിരിക്കുന്ന CGL പരീക്ഷയുടെ ഒരു വേക്കൻസി ലിസ്റ്റ് ഓരോ പോസ്റ്റ് ബൈ പോസ്റ്റ് ആയിട്ട് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോർത്തിലുള്ള ആരൊക്കെയോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ട് ഓരോ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലും പോയി RTI റിക്വസ്റ്റ് കൊടുത്ത് കൃത്യമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തുമാത്രം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡാറ്റ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ ചാനലിലും അതുപോലെ എല്ലാ ചാനലിലും ഈ ഒരു വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരം നമുക്ക് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും നമ്മുടെ കേരളത്തിലും അത് എത്രയൊക്കെ വേക്കൻസീസ് ആണ് ഓരോ പോസ്റ്റിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇത് അന്നത്തെ ആ ഒരു RTI കൊടുത്ത ഇൻഫർമേഷനിലെ ടോട്ടൽ വേക്കൻസി ലിസ്റ്റാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമുക്ക് ഏകദേശം 9,043ഓളം വേക്കൻസീസ് ആണ് അന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ പോസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ NIA ഉൾപ്പെടുത്തിയിട്ടില്ല, അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ എനിക്ക് തോന്നുന്നു CBI ഉൾപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ പോസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് 9,000ഓളം വേക്കൻസീസ് ആയത്. നമുക്കിപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 12,000ഓളം വേക്കൻസീസ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് അടുത്ത് തന്നെയാണ് ആ വേക്കൻസിയുടെ കൗണ്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം പറയാൻ പറ്റും അതൊരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ഡാറ്റ തന്നെയാണ്. അധികം 1080 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റിയൽ വേക്കൻസീസ് ഇനി കൂടാനുള്ള സാധ്യതയുള്ളൂ, ഒരിക്കലും ഇതിൽ നിന്ന് താഴെ പോവില്ല. അപ്പോൾ ഇവിടെ GST ഇൻസ്പെക്ടർ ഉണ്ട്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, അങ്ങനെ എല്ലാ പോസ്റ്റുകളുടെയും എല്ലാ വേക്കൻസീസും ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്ക് ചില പോസ്റ്റുകളുടെ തന്നെ സ്റ്റേറ്റ് വൈസ് വേക്കൻസീസും അവൈലബിൾ ആണ്. ഇപ്പോൾ GST ഇൻസ്പെക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ടോപ്പ് പോസ്റ്റ് ആണ്, എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ GST ഇൻസ്പെക്ടർ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിലെ പോസ്റ്റിംഗ് നോക്കി കഴിയുമ്പോൾ തിരുവനന്തപുരത്തുള്ള വേക്കൻസി നോക്കിയിടാം. ജനറൽ കാറ്റഗറി 35 വേക്കൻസി വരുന്നുണ്ട്, SC ആണെങ്കിൽ 18 വേക്കൻസി വരുന്നുണ്ട്, ST ആണെങ്കിൽ 14 വേക്കൻസി വരുന്നുണ്ട്, OBC 1 വേക്കൻസി വരുന്നുണ്ട്, EWS വേക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആകെ മൊത്തം 68 വേക്കൻസീസ് ആണ് GST ഇൻസ്പെക്ടറിനുള്ളത്. നല്ലൊരു വേക്കൻസി എമൗണ്ട് തന്നെയാണ്. ഇതിന് കൂടാനുള്ള സാധ്യതയുള്ളൂ, കാരണം വേക്കൻസീസ് ഇനി റിപ്പോർട്ടായി വരാനുണ്ട്. സോ എന്താണ് 68ഓളം വേക്കൻസീസ് ആണ് നമുക്ക് തിരുവനന്തപുരത്ത് മാത്രം GST ഇൻസ്പെക്ടറിനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാം GST ഇൻസ്പെക്ടറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയം ആർക്കും വേണ്ട. ഇനി അടുത്തൊരു പോസ്റ്റ് നമ്മുടെ പ്രിവെന്റീവ് ഇൻസ്പെക്ടർ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, തിരുവനന്തപുരം കസ്റ്റംസിൽ ആകെ മൊത്തം 17 വേക്കൻസീസ് ഇതുവരെ റിപ്പോർട്ടായിട്ടുണ്ട്. അതിൽ 13ഓളം ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ, SC വിഭാഗത്തിൽ 2 വേക്കൻസീസ്, ST കാറ്റഗറിയിൽ യാതൊരുവിധ വേക്കൻസി റിപ്പോർട്ടായിട്ടില്ല, OBC 1 വേക്കൻസി ഉണ്ട്, EWS 1 വേക്കൻസി ഉണ്ട്. അപ്പോൾ പ്രിവെന്റീവ് ഓഫീസർ പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 17ഓളം വേക്കൻസീസ് റിപ്പോർട്ടായിട്ടുണ്ട്. ഇനി അടുത്തൊരു പോസ്റ്റ്, ഇപ്പോൾ എക്സാമിനറുടെ പോസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, തിരുവനന്തപുരം കസ്റ്റംസ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1 വേക്കൻസി മാത്രമേ ഇതുവരെ റിപ്പോർട്ടായിട്ടുള്ളൂ. നമുക്ക് നോക്കാം ഇനി റിപ്പോർട്ട് ആവോ ഇല്ലയോ എന്നുള്ള കാര്യം. അടുത്തതാണ് ടാക്സ് അസിസ്റ്റന്റിന്റെ വേക്കൻസി. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസിലെ ടാക്സ് അസിസ്റ്റന്റിന്റെ വേക്കൻസി നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ തിരുവനന്തപുരം GST ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 21ഓളം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി തിരുവനന്തപുരം കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം 26ഓളം വേക്കൻസീസ് തിരുവനന്തപുരത്ത് തന്നെ ഈ പോസ്റ്റിലേക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടാക്സ് അസിസ്റ്റന്റിന് നമുക്ക് ആകെ മൊത്തം 26ഓളം വേക്കൻസീസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നിലവിലെ പോസ്റ്റുകളുടെ കാര്യത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇത്രയും വേക്കൻസീസ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിലുണ്ട്. ഇനിയും നമുക്കറിയാം ഒരുപാട് പോസ്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഓരോ കൺസേൺ ഡിപ്പാർട്ട്മെന്റിലും പോയി നമ്മൾ RTI കൊടുത്തിട്ട് എന്തുമാത്രം വേക്കൻസീസ് ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ പോസ്റ്റുകൾക്കെല്ലാം, എസ്പെഷ്യലി നമ്മളുടെ GST ഇൻസ്പെക്ടർക്കെല്ലാം 68ഓളം വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു വേക്കൻസി തന്നെയാണ്. കാരണം എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് GST ഇൻസ്പെക്ടർ. സോ എടാ, CGL നമുക്ക് പഠിച്ചാൽ കിട്ടും, പക്ഷേ കൃത്യമായിട്ട് മെനക്കെട്ടിരുന്ന് പഠിക്കണം. 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 6 മാസം ഒന്ന് മെനക്കെട്ട് നോക്കിയേ, ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ 6 മാസത്തെ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പക്കയായിട്ട് പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായിട്ട് പഠിച്ചു പോകണം. അതല്ലാതെ വാരി വലിച്ച് പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് മാത്സ് പഠിച്ചു, ഇവിടെ നിന്ന് കുറച്ച് റീസണിങ് പഠിച്ചു, അവിടെ നിന്ന് കുറച്ച് GK കറണ്ട് അഫയറും പഠിച്ചു, അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ 6 മാസം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാണ്. പക്ഷെ പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടുണ്ടാവില്ല, റിസൾട്ടും ഉണ്ടാവില്ല. സോ നമ്മൾ എപ്പോഴും ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാനുള്ള പ്ലാൻ വേണം. അതായത് സ്റ്റഡി പ്ലാൻ വേണം,
നമുക്ക് റിവിഷൻ പ്ലാൻ വേണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് എടുക്കാനുള്ള സമയം മാറ്റി വയ്ക്കണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ഒരു ട്രാക്കിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാക്കിലായതിന് ശേഷമേ നമുക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പക്കയായിട്ട് കൃത്യമായിട്ട് അടുത്ത 6 മാസം ചാർട്ട് ചെയ്ത് തരുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാനും റിവിഷൻ പ്ലാനും മോക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് സൂപ്പർ നോട്ട്സിൻ്റെ SSCയുടെ CGLന്റെ ക്രാഷ് ബാച്ച് റണ്ണിംഗ് ആണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത നമ്മൾ ആദ്യമേ നിങ്ങളെ ഫോക്കസ് ചെയ്യിക്കുന്നത് നമ്മുടെ ടയർ 1 ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ടയർ 1 ഒരു 3-3.5 മാസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്വാളിഫൈ ചെയ്യിപ്പിക്കുക ടയർ 1. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടയർ 2ൻ്റെയും കൂടി ക്ലാസ്സസ് അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടയർ 1ൻ്റെ കോമൺ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ടയർ 2ന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടയർ 2ൻ്റെ കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ടയർ 1ന് ശേഷമായിരിക്കും തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഡെയിലി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, ഒരു റിവിഷൻ പ്ലാൻ ഉണ്ടാവും. ഈ ഒരു പ്ലാനൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അതല്ലെങ്കിൽ SSC എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളാം. ഏതൊരു ഫാക്കൽറ്റി ആയിട്ടും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൂടാതെ നമ്മുടെ CGLുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ട്. ഈ ഒരു വീഡിയോസ് എല്ലാം ഞാൻ നമ്മുടെ ചാനൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ ഇതിൻ്റെ PPTയും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിട്ടേക്കാം. അപ്പോൾ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്തോടാം. അപ്പോൾ നമുക്ക് എന്തായാലും വേക്കൻസി ലിസ്റ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. വേക്കൻസി എന്തായാലും കൂടും. ഡെഫിനറ്റ്ലി ഒരു 14,000-ഓളം വേക്കൻസീസ് ആയിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത്. വരുന്ന ദിവസം നമുക്ക് കുറച്ചും കൂടെ CGLുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾക്കുള്ള വീഡിയോസ് ഞാൻ വരുന്ന ദിവസം ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.